ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി തക്കാളി പുലാവാട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തക്കാളി പുലാവ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിങ്ങനെ അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിൽമൻ്റെ നെയ്യാണ് എടുത്തിങ്ങനെ അത് രണ്ടും നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പില്ലേ, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കണേ അതൊരു ചെറിയ 2 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു 4 ഏലക്കായ് കുത്തിയതും ഒരു 6 കറുകപ്പവും ഒരു പെട്ട 4 മുറിച്ചതും ഇട്ട് കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കറുകപ്പട്ടൻ്റെ ഇലയില്ലേ അത് ഉണക്കിയതുണ്ടെങ്കിൽ ഒന്നും ഇതേപോലെ ഇട്ട് കൊടുത്താൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഇളക്കി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കടുക് ആദ്യം ഇട്ട് കൊടുക്കരുത്, കടുക് ഇട്ട് കൊടുത്താൽ കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. പിന്നെ കടുകൊക്കെ പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും അതേപോലെ 1.5 സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഒരിക്കലും കൂടരുത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരിക്കലും കുറയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ പറഞ്ഞ മാതിരി തന്നെ 1 സ്പൂൺ ഇഞ്ചി എടുക്കണമെങ്കിൽ ഒരു 1.5 സ്പൂൺ വെളുത്തുള്ളി എടുക്കുക. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കനം കുറച്ചരിഞ്ഞാൽ ഒരു 1.5 സവോള, വലിയ 1.5 സവോള എടുത്തിങ്ങനെ 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റി വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് വയന്നിട്ടാനും വേണ്ടി നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് ഇതേപോലെ ഇളക്കിയപ്പം പെട്ടെന്ന് വയന്ന് കിട്ടി. അപ്പോൾ പെട്ടെന്ന് വയന്ന് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മസാല വേണം കേട്ടോ. കുറച്ച് ആകെ 2 മസാല മതി. 1.5 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. അത് രണ്ടും ചേർത്ത് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണക്ക് പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ മെയിൻ സാധനമായ തക്കാളി, നല്ല പഴുത്ത 3 വലിയ തക്കാളി എടുത്തതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചിട്ട് ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാലയൊക്കെ തക്കാളിക്ക് ആവുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി അത് വേവാനും വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയപ്പോഴല്ലേ നമ്മൾ തക്കാളി നല്ല മഷി പോലെ വെന്തിക്കണം കേട്ടോ. ഇതേപോലെ വെന്താലും നമ്മൾ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു നല്ലൊരു പഴുത്ത തക്കാളി മിക്സിയിൽ ജാറിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് അടിച്ചുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട ഉപ്പ് നമുക്ക് നോക്കിയതിന് ശേഷം രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ചോറില്ലേ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉടയാതെ വെക്കാനും കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സാധാരണ ചോറില്ല, നല്ല കുറുവൻ്റെ ചോറോ അല്ലെങ്കിൽ സാധാരണ നെയ്ച്ചോറ്റരിൻ്റെ ചോറൊക്കെ എടുക്കുക കേട്ടോ. കൂട്ട് നന്നായാലും അരി ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് എല്ലാം ഇതായിട്ട് ചേർത്തിക്കണം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലായിട്ട് ചോറിന് ആ നെയ്യിലൊക്കെ കിടന്നായിരിക്കും നല്ല സ്മെല്ല് തന്നെയാണ്. അപ്പോൾ കാണാൻ മാത്രമല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.